ഹലോ നാട്ടാരെ, ഞാൻ അമ്മു. ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് ഈ ഒരു ഇലയും പൂവും മുത്തും ഒക്കെ ഈ തുണിയിൽ എങ്ങനെ വന്നെന്നാ. പനിയൊക്കെ വരുമ്പോഴാണല്ലോ വൃത്തി ലെവലേഷൻ ഒന്ന് കൂടുന്നത്. അതുകൊണ്ട് തന്നെ റൂം ഒന്ന് വൃത്തിയാക്കി. അടുക്കിയ കൂട്ടത്തിൽ എന്നോ സൂക്ഷിച്ചു വെച്ച മുത്തുകളുടെ കമനീയമായൊരു ശേഖരം. അപ്പോഴാ ഓർത്ത് ഇത് പെറുക്കി എംബ്രോയ്ഡറി ചെയ്താലോ എന്ന്. അധികം പഴക്കം തോന്നിക്കാത്ത എന്നാൽ ചീത്തയാകാത്ത കുറേ മുത്ത് പെറുക്കിയെടുത്ത് നമ്മുടെ സാധാ മെഷീൻ സൂചി നൂലും വെച്ച് നമ്മൾ മുത്തിനെ അവിടെ കുത്തിത്തച്ച് വെച്ചു. ഓരോ മുത്ത് പെറുക്കി വെക്കവേ അങ്ങനെ ഓരോ മുത്തുകളും പൂവിൻ്റെ നടുക്ക് എവിടെയൊക്കെയാണ് വരേണ്ടത് അവിടെ എല്ലാം നമ്മൾ കുത്തി വെച്ച് കൊടുക്കുകയാണ്. ചുവപ്പും വെള്ളയും മുത്താണ് ഞാൻ കൊടുത്തത്. വേണ്ടത് നമ്മുടെ സിൽക്ക് റെഡ് ത്രെഡ്. മുത്തിന് ചുറ്റും ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ച് പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തു. വീണ്ടും ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തോണ്ടേ ഇരുന്നു. ഒരു ഫ്ലവർ ഷേപ്പ് വരുന്നത് വരെ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തോണ്ടേ ഇരുന്നു. ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന പച്ചയാണ്. ലേസി ഡേസി സ്റ്റിച്ചാണ് ഇവിടെ ലീവ്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സിൽക്ക് ത്രെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ എന്നാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എത്ര ഫ്ലവേഴ്സ് ചെയ്തോ അത്രയും ഫ്ലവേഴ്സിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ലേസി ഡേസി വെച്ചിട്ട് ലീവ്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇന്നോട്ട് കൊടുത്തു. കംപ്ലീറ്റ് ആയ ശേഷം കിട്ടി നമുക്കുള്ള എൻഡ് റിസൾട്ട് ഇതാണ്. നല്ല ഭംഗിയുണ്ടാകും നേരിട്ട് കാണാൻ. കൊടുക്കുന്ന ബീഡ്സ് എങ്ങനെ സ്റ്റേബിളായിട്ട് വെക്കണമെന്നും ലേസി ഡേസി എങ്ങനെ കൊടുക്കേണ്ടതെന്നും ഫ്രഞ്ച് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും താഴെയുള്ള റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാം കേട്ടോ. കയറി കണ്ടോളൂ. പിന്നെ കാണാം. ടാറ്റാ.